പരമ്പരാഗതമായിട്ട് പൂർവികരൊക്കെ തറവാട്ടിൽ ഇങ്ങനെ തന്നെയായിരുന്നു. കൃഷിയാണ് പ്രധാന തൊഴിൽ. അതേപോലെ തന്നെ കാർഷിക വൃത്തിയാണ് അറിയാവുന്ന പിന്നെ ഏക കാര്യം അവർക്കൊക്കെ ഉണ്ടായത്. കണ്ട് ശീലിച്ച് പിന്നെ ആ കാലഘട്ടം തൊട്ട് തന്നെ താല്പര്യം വന്നു. ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയതാണ്. എല്ലായ്പ്പോഴും കൃഷി ഇല്ലാത്തൊരു ഘട്ടം വന്നിട്ടില്ല. ബാക്കിൽ നോക്ക്, പിന്നെ മുഴുവൻ നെല്ലാണ്. അതേപോലെ അവിടെയും ഇവിടെയൊക്കെ പച്ചക്കറിയൊക്കെ ആയിട്ട് ഇവിടെ മുഴുവൻ കൃഷി തന്നെയാണ്. ഇപ്പോൾ ജോലികളധികം ജോലി ചെയ്യുന്നവരാണ് ചെയ്യുന്നത്. പക്ഷേ കൂട്ടത്ത് കൂടി ചെയ്യാവുന്നതൊക്കെ ചെയ്യും. ഇവിടെ മഴ സംഭരണി ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അവരോട് ഡിസ്കസ് ചെയ്യാൻ അങ്ങനെ നടക്കും. റീസെൻ്റ് ആയിട്ടുള്ള ടൈമും വരെ കൊത്തി കളക്കുമായിരുന്നു. ഇപ്പോൾ കൊത്തി കളക്കാൻ അധികം സമയം കിട്ടാറില്ല, പെരുക്കടാറുമില്ല. പക്ഷേ തോട്ടത്തിൽ കൂടെ നടക്കും, കാര്യങ്ങളൊക്കെ അവരുമായിട്ട് ഇൻവോൾവ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. രാവിലെ ആ പ്രഭാത പ്രാർത്ഥനയൊക്കെ കഴിച്ചാൽ നേരെ പുറത്തേക്കാണ്. അത് പിന്നെ കൃഷിത്തോട്ടത്തിലൂടെ നടക്കൽ തന്നെ. അത് പൂവും പിന്നെ കായും അതുപോലെ തന്നെ അത് തിന്നാൻ വരുന്ന ഈച്ചകളും പാറ്റകളും അതുപോലെ തന്നെ പിന്നെ ബട്ടർഫ്ലൈസും ബേഡ്സും ഒക്കെ ഉണ്ടല്ലോ. അവരോടൊക്കെ അങ്ങനെ അവരെ കണ്ട് അത് ആസ്വദിച്ച് ആ പോക്ക് ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ നീളും. നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൃഷി ചെയ്യാതിരുന്നാൽ പിന്നെ തിന്നാനൊന്നും ഉണ്ടാവില്ലല്ലോ. ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. കൃഷി ചെയ്യുന്ന മാതിരി ചെയ്താൽ നഷ്ടമൊന്നും ഉണ്ടാവില്ല. അത് പല രീതികളുണ്ട്. ഒന്ന് പിന്നെ അതിൻ്റെ നല്ല പ്ലാനിങ്ങും ബാക്കിയൊക്കെ ആയിട്ട് മാർക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ വലിയ തോതിൽ ചെയ്താലും കൃഷി ലാഭമാവും. അല്ലെങ്കിൽ മനുഷ്യനായാലും അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടുന്നത് പിന്നെ ഭക്ഷിച്ച് ബാക്കിയുള്ളത് വിറ്റ് അങ്ങനെ കഴിയുന്നവരാണ് കൂടുതൽ. കൃഷിയെ സ്നേഹിക്കുന്നവരോട് പിന്നെ പറയാനുള്ളത് അവർ ഭാഗ്യവാന്മാരാണ്. അവർ മനസമാധാനത്തോടു കൂടി ജീവിക്കുന്നവരാണ്. അവരാസ്വദിക്കുന്ന അത്ര മറ്റാരും ആസ്വദിക്കുന്നത്. അതിൽ തന്നെ ഉറച്ചെന്നുള്ളവരാണ് ഞാൻ പറയാം. IT വ്യവസായികളും അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്നവരുമൊക്കെ അത് വിട്ട് കൃഷി വളരെ മോഡേണായിട്ട് വലിയ ടെക്നോളജി ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവർ കൃഷി മതി എന്ന് തീരുമാനിച്ച് വന്നവരെ ഞാൻ ഒട്ടേറെ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. പുതിയ തലമുറ കൃഷിയിലേക്ക് നമ്മൾ അറിയുന്നില്ല. ഒരുപാട് ആൾ പിന്നെ ആ രംഗം ഓപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ചിങ്ങം 1 ഇങ്ങനെ ഒരവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട്.